പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഒരു ഇടവകയിൽ ഒരു സന്യാസ ഭവനം തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആ സന്യാസ ഭവനത്തിൽ പുതുതായി ചാർജ് എടുത്ത 2 സന്യാസിനികൾ ഭവന സന്ദർശനത്തിന് പോയി. അങ്ങനെ അവർ 2 പേരും ഒരു വീട്ടിൽ കയറി ചെന്ന് പരിചയപ്പെട്ടു ഓരോരുത്തരെയും. ആര്? അപ്പച്ചൻ പേരെന്താ? തോമസ്. ഇത് അമ്മച്ചി പേര് റോസലി. മക്കൾ നിങ്ങൾക്ക് എത്ര പേരുണ്ട്? ഞങ്ങൾക്ക് 3 മക്കളച്ചാ, 3 പെൺകുട്ടികൾ. അതിൽ ഇവിടെ 2ാമത്തെയാണ്. അവളുടെ +2 പാസ്സായി നിൽക്കുകയാണ്, ഫുൾ A+. അതിൽ താഴെ ആൾ 10ലാണ്. അവളും 10 A+ഓടുകൂടെ ഫസ്റ്റ് ഇയറിന് വേണ്ടി ശ്രമിക്കുകയാണ്. നിങ്ങളപ്പോൾ മൂത്ത മോളെ പറ്റി ഒന്നും പറഞ്ഞില്ലല്ലോ. മൂത്ത മോളെ പറ്റി എന്ത് പറയാനാ? അവളൊരു ആശാരി ചെറുക്കൻ്റെ കൂടെ പോയി വെച്ചാ. അതെവിടെയാണ്? ആശാരി ചെറുക്കൻ്റെ കൂടെ പോയിട്ട് ഇപ്പോൾ എവിടെയാണെന്ന് എനിക്കറിയാം. ആദ്യം ഞാനും അമ്മയും അനിശ്ചിതമാരൊക്കെ നിർബന്ധിച്ചു ആ ആശാരി ചെറുക്കൻ്റെ കൂടെ പോകരുതെന്ന്. പക്ഷെ അവിടെ സമ്മതിച്ചില്ല. അവൾ പോയി. അതല്ല അച്ഛ വിഷമം. ആ ആശാരി ചെറുക്കന് 33 വയസ്സുണ്ട്. ഇവൾക്ക് 18 വയസ്സേ ഉള്ളൂ. അപ്പോൾ 33 വയസ്സുകാരനായ ഇളയ ചെറുക്കൻ്റെ ആശാരി ചെറുക്കൻ്റെ കൂടെ പോയ അവളുടെ പ്രായവും ഈ വ്യക്തിയുടെ പ്രായവും വ്യക്തമായിട്ട് പറഞ്ഞുകൊണ്ട് പറയാണ്. ആ ആശാരി ചെറുക്കൻ്റെ പേരെന്താ? അവൻ്റെ പേര് യേശുക്രിസ്തു. യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ അവൾ പോയത്. അപ്പോൾ ഇപ്പം ഞങ്ങളും പൊരുത്തപ്പെട്ടു. അവിടെ അവൾ ഹാപ്പിയാണോ? ആശാരി ചെറുക്കൻ്റെ കൂടെ പോയിട്ട് അവൾ ഹാപ്പിയാണോ? അവൾ വളരെ ഹാപ്പിയാണ് അച്ഛാ. അവൾ വളരെ ഹാപ്പിയാണ്. ഞങ്ങൾ ചെന്ന് കാണാറുണ്ട് അവളെ. പക്ഷേ ആദ്യമൊക്കെ ഇതിപ്പം ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായി, ഒരു വിശുദ്ധ ജനിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. അത് നിരുത്സാഹപ്പെടുത്താൻ വേണ്ടി പറഞ്ഞപ്പോഴും അവളുടെ തീരുമാനം ഉറച്ചതാണെന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് ഞങ്ങളിങ്ങനെയൊക്കെ പറഞ്ഞു നോക്കിയത്. ഇപ്പോൾ അവിടെ എവിടെയുണ്ട്? നിങ്ങളുടെ കോൺവെൻറ്റിലുണ്ട്. പരിശീലനത്തിൻ്റെ കാര്യമാണ്, നോയിഷ്യറ്റാണ്. നിങ്ങളുടെ കോൺവെൻറ്റിലുണ്ട്. അവിടെ ലോകം നോക്കിക്കാണുന്നത് അങ്ങനെയാണ്. ഒരു ആശാരി ചെറുക്കൻ. യേശുക്രിസ്തു എന്ന് പറയുന്നത് മകളാണ്. യേശുക്രിസ്തു 33 വയസ്സുള്ള ആശാരി ചെറുക്കൻ. ആ ചെറുക്കൻ്റെ പിന്നാലെ എൻ്റെ മൂത്ത മകൾ പോയത് കൊണ്ട് അതേപ്പറ്റി പറയാതിരുന്നത്. ഇതിൻ്റെ ട്വിസ്റ്റ് വന്നെടുത്ത് അഭിമുഖത്തിന് വന്നിരുന്ന 2 സിസ്റ്റർമാരും ഈ മകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട് 2ാം ഭാഗത്ത്. എന്നിട്ട് അവരോട് പറയാ, അപ്പച്ചൻ അമ്മച്ചൻ ചിന്തിച്ച് കാണും വാട്സപ്പിൻ്റെ ഫേസ്ബുക്കിൻ്റെ കാർഡല്ലേ. അങ്ങനെ ഞാൻ ആരെങ്കിലുമായിട്ട് ചാറ്റ് ചെയ്തുകൊണ്ടിരുന്നുണ്ടായില്ലോ. അങ്ങനെ വിവാഹം ചെയ്യാൻ തീരുമാനിച്ചതാകാമെന്ന് വിചാരിച്ചു. പക്ഷെ അവർ തീരുമാനം പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാൻ കോൺവെൻറ്റിൽ പോവാണ്. അതറിയാതെ എടുത്തത് തീരുമാനമല്ല. നന്നായി ആലോചിച്ച് ഉറപ്പിച്ച് ഈ +2 വാങ്ങിയ, എല്ലാ A+ നേടിയ, 10th എല്ലാ A+ നേടിയ അവരുടെ മേൽ ബുദ്ധിശക്തിയുള്ള ഒരാളായിട്ടാണ് ഞാൻ സ്കൂളിൽ നിന്ന് പാസ്സായത്. പക്ഷെ അപ്പോഴും എനിക്കൊരു സ്വപ്നമുണ്ടായിരുന്നു, ഒരു സിസ്റ്ററാകണമെന്ന്. അതിൻ്റെ പരിശീലനത്തിലാണ് നമ്മളിന്ന്. ലോകം നോക്കിക്കാണുന്നത് അങ്ങനെയാണ്. ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ കേൾക്കാൻ പോകുന്നത് യേശു ശിഷ്യന്മാരെ അയക്കുകയാണ്. അപ്പോൾ അവരോട് പറയുന്നുണ്ട്, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകളെ പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ആകയാൽ നിങ്ങൾ പ്രാവുകളെ പോലെ നിഷ്കളങ്കരും സർപ്പങ്ങളെപ്പോലെ വിവേകികളുമായിരിക്കണം.
നമുക്കൊക്കെ അറിയാവുന്ന ഒരു വ്യക്തിയാണല്ലോ വാവ സുരേഷ്. അപ്പോൾ സ്നേക്ക് മാസ്റ്റർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിൻ്റെ എപ്പിസോഡുകൾ ധാരാളം വരുന്നുണ്ട്. ഇപ്പോൾ ഒരു 250 പ്രാവശ്യമെങ്കിലും അയാൾക്ക് മാരകമായ പാമ്പ് കടിയേറ്റിട്ടുണ്ട്. കൈ പ്ലാസ്റ്റർ ഇട്ടിട്ട് ഫിസിയോതെറാപ്പി ചെയ്യുന്നതിന് മുമ്പ് അതിൽ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മാറ്റം വരുത്തിയത് കൊണ്ട് കൈ ഇപ്പോൾ മടങ്ങില്ല. ശരിക്കും ഇത് വെട്ടിപ്പിടിച്ചൊരു കൈയുള്ളൂ. ഒറ്റ കൈ കൊണ്ട് വേണം ഈ 32 അടി നീളമൊക്കെയുള്ള രാജവെമ്പാലയെ പിടിക്കാൻ. അങ്ങനെ ഇഷ്ടംപോലെ രാജവെമ്പാലകളെയും ഇഷ്ടംപോലെ പാമ്പുകളെയും പിടിച്ച ആ വ്യക്തിക്ക് ഒരു അംഗീകാരം കൊടുക്കേണ്ടത്. എതിർപ്പുകളുടെ നടുവിലാണ് അവൻ ഈ പണി ചെയ്യുന്നത്. ഏതായാലും അവൻ ഈ പണി നിർത്താൻ പോകുകയാണെന്നൊരു ന്യൂസ് ഉണ്ട്. അതിൽ അവൻ ഒതുങ്ങിക്കൊടുന്നോ ഇല്ലയോ എന്നറിയില്ല. അവനൊരു അവാർഡ് കൊടുക്കേണ്ട കാര്യം പറഞ്ഞപ്പോൾ പലർക്കും പുച്ഛാണ്. എന്ത് കാര്യം ഇപ്പം ഇത് വലിയ കാര്യമായിട്ടാണ്. അതെ, എത്ര 1000 മനുഷ്യർ പാമ്പ് വിഷമേറ്റ് മരിക്കുന്നതിൽ നിന്ന് ഈ ബാബ സുരേഷിൻ്റെ തീരുമാനം കൊണ്ടും ധൈര്യം കൊണ്ടും തന്നേടം കൊണ്ടും സാധിച്ചു. ഒരാളെ രക്ഷിച്ച വ്യക്തികൾക്ക് ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കുന്ന കാലമാണത്. അനേകരുടെ ദൈവം രക്ഷിച്ച ഇദ്ദേഹത്തിന് ഒരു ധീരതയ്ക്കുള്ള അവാർഡ് കൊടുക്കാമായിരുന്നില്ലേ? യേശു ശിഷ്യരോട് വീണ്ടും പറയുന്നു, എൻ്റെ നാമത്തെ പ്രതി അവർ നിങ്ങളെ പീഡിപ്പിക്കും. ഞാൻ ലോകത്തിൻ്റെതല്ലാത്തതുപോലെ നിങ്ങൾ ലോകത്തിൻ്റെതല്ല. ആകയാൽ എൻ്റെ വിശ്വശേഷത്തിന് സാക്ഷ്യം വഹിക്കാൻ പരിശ്രമിക്കുമ്പോൾ നിങ്ങൾ യാത്രയ്ക്ക് വടിയോ പണസഞ്ചിയോ മറ്റു വസ്ത്രങ്ങളോ ഒന്നും കൊണ്ടുപോകരുത്. ഞാൻ 1985 ഡിസംബർ 30 തിരുപ്പട്ടം സ്വീകരിച്ച പുരോഹിതനാണ്. ആദ്യമായിട്ട് സഹവികാരിയായി പോയത് പാർലിയൂർ തീർത്ഥാടന കേന്ദ്രത്തിലാണ്. അതിന് കാരണമുണ്ട്. 1986 ഫെബ്രുവരി 7 കേരളം സന്ദർശിച്ച ഏക മാർപ്പാപ്പ തൃശ്ശൂരിൽ ഇന്ന് ശക്തൻ തമ്പുരാൻ മാർക്കറ്റ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്ത് വന്നിറങ്ങിയത്. ആ സ്റ്റേജിന് പേരുണ്ട് റോസ്റ്റർ. ഒരു വലിയ ഭൂഗോളത്തിൻ്റെ കട്ട് ചെയ്തെന്ന് വെട്ടിമാരി മുകളിന്മാർക്കൂടെ താഴെ സ്റ്റേജ്, താഴെ റൗണ്ട് പൂർത്തിയാക്കുന്നു. ലോകത്തിൻ്റെ മധ്യസ്ഥനായി നിന്ന മാർപ്പാപ്പയെ സ്വീകരിക്കാനായിട്ട് ഇടവകയുടെ ഒരുക്കാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഞങ്ങളോട് പോകാൻ പറഞ്ഞത്. ഒരിക്കലും ഓർക്കുന്നുണ്ട്. പാളിയൂർ നിന്ന് പിറ്റേ ദിവസത്തെ റോസ്ത്രത്തിൽ മുഴുവൻ നേരം കട്ടി നിൽക്കുന്ന ഒരു ദീപശിഖ കൊണ്ടുവരണം. അടിക്കോഴിൽ നിന്ന് വൈകു കൊണ്ടുവരും അതുപോലെ. എന്നിട്ട് പോരുമ്പോൾ 30 കിലോമീറ്റർ ഉണ്ട്. ഞാൻ അവരുടെ കൂടെ ഉണ്ടായിരുന്ന തുടക്കം മുതൽ അവസാനം വരെ. അവർക്ക് ഞാൻ ചൊല്ലിക്കൊടുത്ത മുദ്രാവാക്യത്തിൻ്റെ വാചകങ്ങൾ, ആദിപിതാക്കൾ രക്തം ചിന്തി കൊളുത്തി വെച്ചൊരു ദീപശിഖ തലമുറ തലമുറ കൈമാറി കിടാതെ ഞങ്ങൾ സൂക്ഷിക്കും. ആദിപിതാക്കൾ രക്തം ചിന്തി കൊളുത്തി വെച്ചൊരു ദീപശിഖ തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. ഈ ജപ്പാനിലെ രക്തസാക്ഷികളുടെ കൂട്ടത്തിൽ ഒരു 5 വയസ്സുകാരൻ രക്തസാക്ഷിയുണ്ട്. 5 വയസ്സിലോ രക്തസാക്ഷിത്തോടെ. അത് മതമർദ്ദനത്തിൻ്റെ കാലത്ത് ഈ കുട്ടിയുടെ അപ്പനെയും അമ്മയെയും മറ്റവർ കൊല്ലുന്നത് കുട്ടി കണ്ടു നിന്നു. അവിടെ രക്തം തടഞ്ഞിട്ട് നിന്നു. അവിടെ അവൻ്റെ ചേട്ടനെയും ചേച്ചിയെയും കൊന്നിട്ട് അതിന് രക്തവും തടഞ്ഞിട്ട് നിന്നു. ആ ചോര കളത്തിലൂടെ ഇങ്ങനെ ആന ഇടയിരുന്ന മാതിരി കൈകൾ കിട്ടി ഇങ്ങനെ കാലും കൈയും കുത്തി വട്ടം നടങ്ങി നിന്നിട്ട് അവൻ ധൈര്യമായിട്ട് വന്ന് പറഞ്ഞു, വെട്ടിക്കോ, തല വെട്ടിക്കോ വേണമെങ്കിൽ. തല വെട്ടി അവനെ കൊന്നു. അവനൊരു നഷ്ടബോധം ഉണ്ടാവില്ല. അവനെ വളർത്തിയ മാതാപിതാക്കൾക്കും ഒരു നഷ്ടബോധം ഉണ്ടാവില്ല. ആശാരി ചെറുക്കൻ്റെ പിന്നാലെ പോയി അവൾക്ക് ഇത്രയേറെ സന്തോഷം ലോകം നൽകുന്നെങ്കിൽ നമ്മുടെയൊക്കെ വ്യക്തിപരമായ ജീവിതത്തിൽ
ക്രിസ്തുവിന് വേണ്ടി നാം എന്ത് ചെയ്യുന്നു, ക്രിസ്തുവിനെ പ്രതി നാം എന്ത് ചെയ്യുന്നു, ക്രിസ്തു അതിനുള്ള പ്രതിഫലം വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഒരു ഗ്ലാസ് പച്ചവെള്ളത്തിന് പോലും സമ്മാനം ലഭിക്കാതെ പോകുകയില്ല എന്ന് പറയുന്നുണ്ട്. നമ്മൾ പിന്നെ മാർക്കറ്റിൽ മിനറൽ വാട്ടർ കുപ്പി കിട്ടും, പക്ഷെ വീട്ടിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മിക്കവാറും നല്ല കിണറ്റിലെ വെള്ളമായിരിക്കും. അതിലൊരു പാത്രം ഗ്ലാസ് വെള്ളം ചോദിച്ചിട്ട് നിങ്ങൾ സ്ഥാനം കണ്ട് ക്ഷീണിച്ച് വരുമ്പോൾ ചിലപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ചോദിക്കും. ആ വെള്ളം ചോദിക്കുമ്പോൾ അച്ചക്കാരിക്ക് ഈ വീട്ടിന് സ്ഥാനം കണ്ട അച്ഛനാണ്. എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം തന്നിട്ട് അവസാനം ഞാൻ ചോദിച്ചു, എന്താ ചാർജ്? പച്ചവെള്ളത്തിനോ ചാർജ്? അത് ഫ്രീ അല്ലേ അച്ഛാ, പച്ചവെള്ളത്തിനൊന്നും ചാർജ്. പക്ഷേ ചൈനയിലെ ഒരു വ്യക്തി ലോകകോടീശ്വരന്മാരിൽ ഉയരാനുള്ള കാരണം കൊറോണ എന്ന രോഗമാണ്. COVID-19 എന്ന പേരിൽ അറിയപ്പെടുന്ന കൊറോണ രോഗം. അതിൽ ആളുകൾ ഉപയോഗിക്കുന്നത് മുഴുവൻ ശുദ്ധജലമാണെന്ന് വരുത്താൻ വേണ്ടി മിനറൽ വാട്ടർ ഉണ്ടാക്കുന്ന കമ്പനി അയാൾ ഉണ്ടാക്കി. എന്നിട്ട് ചൈനയിലും പരിസര പ്രദേശങ്ങളിലുമൊക്കെ ആയിരക്കണക്കിന് കുപ്പികൾ വെള്ളം വിറ്റ് കാശാക്കിയ ഒരു വ്യക്തിയാണ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും വലിയ കോടീശ്വരൻ. മറ്റു വർഷങ്ങളിലെ കോടീശ്വരന്മാരിൽ നിന്ന് വ്യത്യസ്തനായി ഒരാൾ മാത്രം ഇങ്ങനെ ഉയർന്നു നിൽക്കാനുള്ള കാരണം പച്ചവെള്ളം വിറ്റ് കാശാക്കി. വീണ്ടും നമ്മുടെ കുടുംബത്തിലേക്ക് വരാം. നമ്മുടെ വീട്ടിൽ അമ്മയ്ക്കെതിരെ അപ്പനും, യുവതിക്കെതിരെ യുവാവും, നിങ്ങളെല്ലാവരും ഒറ്റപ്പെടുത്തും ലോകം. ഞാൻ എൻ്റെ പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. നിങ്ങൾ ഓടിത്തീർക്കാവുന്ന സ്ഥലം മുഴുവൻ പോയി വിശുദ്ധീകരിക്കാനുള്ള പ്രസംഗങ്ങൾ പറഞ്ഞ് അനേകരെ ക്രൈസ്തവരാക്കാൻ പരിശ്രമിച്ചാൽ നിങ്ങളുടെ ജീവിതം ധന്യമായി. ആദ്യത്തെ 3 നൂറ്റാണ്ടുകൾ കത്തോലിക്ക സഭയ്ക്ക് മതമർദ്ദകരായ ചക്രവർത്തിമാരാണ് ഉണ്ടായിരുന്നത്. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി, അമ്മ ഹെലേന രാജ്ഞി, രണ്ടുപേരും പ്രസിദ്ധരാണ്. ഈ കുരിശ് കണ്ടെത്തുന്ന വ്യക്തിയാണ് ഹെലേന രാജ്ഞിയുടെ കീഴിലുള്ള ആൾ. കോൺസ്റ്റന്റൈൻ ചക്രവർത്തി ഒരു യുദ്ധത്തിൽ ഈ അടയാളം വെച്ചുകൊണ്ട് യുദ്ധത്തിന് പുറപ്പെട്ടു. യേശുവിൻ്റെ കുരിശിൻ്റെ അടയാളം മാത്രം. നമ്മുടെ ജീവിതത്തിലും സഹനങ്ങളുണ്ടാകും, ഒറ്റപ്പെടുത്തലുണ്ടാകും, ബുദ്ധിമുട്ടുകളുണ്ടാകും. വേണ്ടി വന്നാൽ ആ ആശാരി ചെറുക്കൻ്റെ കൂടെ പോകാനുള്ള തൻ്റെ ഇടം നമ്മുടെ യുവജനങ്ങൾക്ക് നൽകി കഴിഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തേക്ക് അവർ നമ്മൾ കൊണ്ടുപോകും. അവിടെയൊക്കെ സേവനത്തിൻ്റെ ഇഷ്ടംപോലെ മേഖലകളുണ്ട്. ആയിരക്കണക്കിന് അല്ല ലക്ഷക്കണക്കിന് സിസ്റ്റർമാരും അച്ഛന്മാരും ഈ ആശാരിത്തെറുക്കൻ്റെ കൂടെ പോകുന്നവരാണ്. അവരൊന്നും നിരാശയിൽ ജീവിക്കുന്നവരല്ല എന്ന് വ്യക്തമാക്കാനാണ് ചോദിച്ചത്. അവൾ ഹാപ്പിയാണോ? ഇപ്പം അവൾ ഹാപ്പി അച്ഛ, ഞാനും ഹാപ്പിയാണ്, എൻ്റെ മക്കൾ ഹാപ്പിയാണ്. പക്ഷെ ആദ്യം അവളുടെ പേര് പറയാതിരുന്നത് മനഃപൂർവ്വമാണ്. നിങ്ങൾക്ക് ഈ കഥയൊന്നും അറിയില്ലെന്ന് എനിക്കറിയാം, അതുകൊണ്ട് മനഃപൂർവ്വം ചെയ്തതാണ്. അപ്പോൾ ആദ്യ പിതാക്കൾ രക്തം ചിന്തി കൊളുത്തി വെച്ചൊരു ദീപശിഖ തലമുറ കൈമാറുന്നത് വീടുകളിലാണ്. കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. പിറ്റേ ദിവസം പാടയൂർ ഇടവകയിലെ KSYM സംഘടനയിലെ അംഗങ്ങൾ വന്നിട്ട് കൈനീട്ടി കാണിച്ചു വെച്ചാൽ നോക്കിയേ എന്താ പറ്റിയേ, നോക്കി പപ്പടം പോളിച്ചതുപോലെ കൈകളിൽ പോളകൾ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. തലേ ദിവസം ഇങ്ങനെ ദീപശിഖ ഓടിക്കൊണ്ടുവരുമ്പോൾ അതിലെ എണ്ണ തിളയ്ക്കും. നല്ല വെയിലാകുമ്പോൾ ചുറ്റുമുള്ള സ്ഥലത്തും ചൂടാവണം. അങ്ങനെ ഈ എണ്ണ തെറിച്ച് വീണ് പൊളച്ചതാണ് പിറ്റേ ദിവസത്തെ ആ അടയാളങ്ങൾ. എന്നിട്ടും അവർക്ക് നിരാശയൊന്നുമില്ല. പ്രത്യാശയോടെ അവർ ഊർജ്ജസ്വലതയോടെ വിളിച്ചു പറഞ്ഞു, ആദിപിതാക്കൾ രക്തം ചിന്തി കൊളുത്തി വെച്ചൊരു ദീപശിഖ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ സൂക്ഷിക്കും. കുടുംബജീവിതക്കാർ തീരുമാനിക്കുക, ആ ദീപശിഖ ഞാനാണ് ഏറ്റുവാങ്ങേണ്ടത്.
എൻ്റെ മക്കളിലൂടെ അത് കൈമാറി ഒരു സമൂഹത്തെ മുഴുവൻ സ്വാധീനിക്കാൻ സാധിക്കും. അനുഗ്രഹം കർത്താവ് തരും. വാഗ്ദാനം ചെയ്തവൻ വാക്ക് പാലിക്കുന്നവരാണ്. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.